ഇത് ഹിറ്റ്ലറുടെ രാജ്യമാക്കി മാറ്റുകയാണ്. ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും. മനസ്സിലല്ല, ഭാരത് ഭരിയിൽ പുള്ളിയുടെ ഫോട്ടോയും വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ. ആളുകൾ തിന്നുന്നത് മുമ്പ് പുള്ളിയുടെ ഫോട്ടോ കണ്ടിട്ടേ തിന്നാൻ പാടുള്ളൂ, അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വെച്ചിരിക്കുന്നത്. 10 കൊല്ലമായിട്ട് ഈ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയുടെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ ഒരു നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാർ ഈ അവസാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ള നടപടിയുമായി വന്നാൽ ജനം അത് വിശ്വസിക്കുന്ന വിചാരിക്കണം. ഈ അന്നം തരുന്ന കൃഷിക്കാരനെ വെടിവെച്ച് കൊള്ളുന്ന സർക്കാരല്ലേ ഇത്? അരി ഇവിടെ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ അരിയൊക്കെ ആരുണ്ടാക്കിയതാണ്? ആ പാവപ്പെട്ട കൃഷിക്കാരൻ അവന്റെ എല്ലാ കഷ്ടപ്പാടും പാടുപെട്ടിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അവനൊന്നും സമരം ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല. ഒന്ന് സമരം ചെയ്യാനുള്ള അവകാശമില്ല. സമരം ചെയ്തതിന്റെ പേരിലാണ് ഹരിയാനയിലെ പോലീസ് പോയി പഞ്ചാബിന്റെ അതിർത്തി പോയി വെടിവെച്ച് കൊന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ടിയർ ഗ്യാസ് ഷെല്ല് വാങ്ങിക്കാൻ, ലാത്തി ചാർജ് ചെയ്യാൻ, ഇതിനാവശ്യമായിട്ടുള്ള മർദ്ദനോപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കോടിക്കണക്കിന് റുപ്യാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിരിക്കുന്നത്. ആർക്കെതിരെ? കൃഷിക്കാരെ നേരിടാനായിട്ട്. ഇതാണ് ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കാണിക്കൂല എന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ ഇവിടുത്തെ അതന്നെ ഞാൻ പറഞ്ഞത്. ഏത് മാധ്യമങ്ങൾ കാര്യമായിട്ട് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ? 2019 ഒരു കേസ്. എന്താ കേസ്? 2 ആഴ്ച ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വൈകി. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല. ആ 2 ആഴ്ച വൈകിയത് 2019 നടന്നത്. 5 കൊല്ലം കഴിഞ്ഞു. ഈ 2024 മാർച്ച് ഇലക്ഷന് ഒട്ടു മുമ്പ് ഞങ്ങളുടെ 65 കോടി രൂപ കട്ടോണ്ട് പോവാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞങ്ങളുടെ പ്രവർത്തകർ സംഭാവന കൊണ്ട് സ്വീകരിച്ച പണമാണത്. ഇത് മുതലാളിയുടെ പണമല്ല, ഇത് അഡാനിയുടെയും അംബാനിയുടെയും പണമല്ല. ഇത് പാവപ്പെട്ടവൻ പിരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ മെമ്പർഷിപ്പിന്റെ പണമാണ്. അവിടെ നിന്ന് 4 കോടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. എന്ത് വിധി? 200 കോടി രൂപ ഞങ്ങൾ ഇലക്ഷന് വൈറ്റ് മണി ആയിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെലവഴിച്ച 200 കോടി രൂപ 2019. അതിൽ 14 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നാണ് ഇപ്പോൾ ആക്ഷേപം പറയുന്നത്. അതിൽ 1 ലക്ഷം രൂപ എന്റേതാണ്. എംപിമാരുടെ ശമ്പളത്തിന്റെ ലെവി കൊടുക്കുമ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ചെക്ക് കൊടുത്തതിന് പകരം ക്യാഷ് കൊടുത്തു പോയി അന്ന്. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള എംപിമാർ 10-13 പേരുണ്ടായിരുന്നു. ആ 14 ലക്ഷം കൊടുത്തതിന്റെ പേരിലാണ് 150 കോടി നിങ്ങൾ പെനാൽറ്റി അടക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം നിശബ്ദമാക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ കണ്ടല്ലോ നിങ്ങൾ. ഈ കഴിഞ്ഞ ആഴ്ച 3 കേസാണ്. 23 കേസായി ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ. 23 കേസ്. എല്ലാ സ്റ്റേറ്റിലും ഓരോ കേസ് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം വായ്മൂടിക്കെട്ടാൻ, ജയിലിലാക്കാൻ നടപടി. തിരിച്ചൊന്നാലുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ മാധ്യമങ്ങളൊന്നും അതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. 30 കമ്പനികൾ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ആ റെയ്ഡ് നടത്തിയ കമ്പനികൾ BJP അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നു, പണം കൊടുക്കുന്നു. അവർക്കെതിരെ നടപടി ഉണ്ടാവാതിരിക്കുന്നു. 365 കോടി രൂപയാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ 6000 കോടിയുടെ ബോണ്ടിന്റെ കഥ വരട്ടെ. BJPക്ക് കൊടുത്ത ബോണ്ടിന്റെ സംഭാവനയുടെ ലിസ്റ്റ് പുറത്ത് വരട്ടെ. ആ കാണാൻ ആരൊക്കെ കൊടുത്തു, അവർക്ക് എന്തെല്ലാം ഉപയോഗം സർക്കാർ ചെയ്തു കൊടുത്തു നമുക്ക് കാണാം. അഴിമതി ആരാ നടത്തുന്നത്? എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക. ഇത് ഹിറ്റ്ലറുടെ രാജ്യമാക്കി മാറ്റുകയാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും. അത്ര ഗൗരവതരമായ കാര്യങ്ങളാണ് ഈ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പക്ഷേ ഞങ്ങൾ അതിജീവിക്കും, ഞങ്ങൾ വിടില്ല. ഇന്ത്യ മുന്നണി ശക്തമായിട്ട് മുന്നോട്ട് പോകും.